വാങ്ങിയിട്ടുള്ളത് അഗോറിന്റെ എന്തായിരിക്കും അല്ലേ ഭാവി ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഈ രീതിയിൽ കിട്ടും. നല്ല രസമുണ്ട് കാണാൻ. ഒരടി വെയിറ്റ് കൂടിയിട്ടുണ്ടോ കണ്ടവരൊക്കെ പറയുന്നതാണ്. സോ വെയിറ്റ് കുറക്കുക നല്ലോണം വെയിറ്റ് കൂടി വെയിറ്റ് കുറക്കുക എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആദ്യം ഞാനൊരു 3 months ഞാൻ ജിമ്മിൽ വന്ന് പോവാതെ ഇനി കം ബാക്ക് ടു മലബാർ മഞ്ചത്ത് യൂട്യൂബ് ചാനൽ. സോ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് ഇൻ ബാംഗ്ലൂർ. സോ മംഗലാപുരത്തിലാണ് കേട്ടോ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ്. ഇതുവരെ മാംഗ്ലൂരിൽ തന്നെ ఉండేതാണ്. അയാളൊരു ഫണ്ണിക്കായിട്ടാണ് പറഞ്ഞത് അല്ല മൈജ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഉച്ചയാകുമ്പോൾ ഇവിടെ മൊയ്സ് ഇഷു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷു ബിരിയാണി കഴിക്കുകയാണ്. മൊയ്സ് നീ എൻ്റെ ഫിഷാണ്. പിന്നെ ഗൈസ് നമ്മളൊക്കെ മീനിൻ്റെ ആൾക്കാരായത് കൊണ്ടിതാ ഫസ്റ്റ് ഞാനിവിടെ വീട്ടിലേക്ക് മീനാണ് കൊണ്ടുവന്ന് വെച്ചിരുന്നത്. ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മീൻ എന്ന് പറഞ്ഞത്. നിനക്ക് ഇഷ്ടമാണ് മീൻ. ഇഷു ഇഷു കാണൂല. ഇതാ അയിലാണ് വാങ്ങിയതും. അയില വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ രാത്രി എന്തെങ്കിലും അയില കറി ഉണ്ടാക്കാൻ വിചാരിച്ചില്ല. പിന്നെ ഇതാ ചെമ്മീൻ. പിന്നെ നമ്മളെ നങ്കുണ്ട്. നങ്ക് മീൻസ് കൂന്തൽ. പിന്നെ ഇതാർക്കാണ് ഇഷ്ടം ഗൈസ് ഇവർ ഫിഷ് ആർക്കിഷ്ടമാണ് കാണുന്നത്. ഇഷിന്റെ ഫേവറേറ്റ് ആണ്. ഇതൊക്കെ ഫ്രൈ ആക്കി തിന്നാ അതെ ഇഷോ. ഇതിഷ്ടാണോ? ക്രാബിന്റെ ആൾക്കാരാണ് ഇവർ. ക്രാബ് അപ്പൊ ഗൈസ് നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ആണ്. സൗണ്ട് ആക്കല്ല. അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവർക്കും വേണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് വേണ്ടത് കേട്ടോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കുന്ന. അപ്പം എനിക്ക് വേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അതായത് അൺബോക്സിങ് ചെയ്യാനേ കാണുന്നുണ്ടല്ലോ. ഓ മൈ ഗോഡ്. ബോക്സിൻ്റെ മുകളിൽ 3 ബോക്സ് ആയിട്ടാണ്. ഞാനിപ്പോൾ ഈ ബോക്സ് എവിടെ കളയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ബോക്സ് വെച്ച ഉടനെ ഇവിടെ കോൺഫിഡൻസ് വരും. എനിക്ക് ബോക്സ് വെച്ചിട്ടുണ്ടാക്കാം. ഓക്കെ സോ ഞാൻ വാങ്ങിയിട്ടുള്ളത് അഗോറിന്റെ എന്തായിരിക്കും അല്ലേ. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് എനിക്കറിയില്ല ഇമ്പോർട്ടൻ്റ് ആണോ അല്ലേ എന്നുള്ളത്. ദിസ് ഇസ് ദ വയർ. ഇത് തെർമോകോൾ. ഇവിടെ കാര്യം എന്താ അറിയോ, ഈ ഫ്ലാറ്റിൽ തെർമോകോൾ വേസ്റ്റ് എടുക്കാറില്ല. അപ്പം ഇതൊക്കെ ഞാൻ മോലിടേണ്ടി വരും. പക്ഷെ ഇതിൽ കോക്രോച്ച് വരില്ല. നമ്മൾ ആണുങ്ങളെ തന്നാൽ ഇവരെ തന്നാൽ വീട് ഫുള്ള് വൃത്തികേടായിരിക്കും. അപ്പം എടുത്തു വന്നത് എന്താണെന്ന് വെച്ചിട്ട് ഇതാണ് കേട്ടോ കുക്കർ. ഈ കുക്കറാണ് ഞാൻ എടുത്തത്. എന്താ വെച്ചാൽ എനിക്ക് റൈസ് ഉണ്ടാക്കാനും മറ്റേ കറിയൊക്കെ ഉണ്ടാക്കാനും കുക്കർ ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് മറ്റേ കുക്കർ ഭയങ്കര പേടിയാണ്. അപ്പം ഇത് ഞാൻ വെരി കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യുന്നതിൽ. ശീലിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴല്ല കേട്ടോ. ഇവിടെ ലോക്കുണ്ട്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത് പ്രസ്റ്റീജിൻ്റെതാണ്. ഇങ്ങനെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പ്രസ്റ്റീജിൻ്റെതാണ് അബുദാബിയിൽ നിൽക്കുമ്പോൾ. അപ്പോൾ അവിടെയാണ് ഞാൻ ഫുള്ളും നമ്മളെ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ്. ഇങ്ങനെ ഇട്ട് ലോക്കാവും. അപ്പോൾ ലോക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കിയാൽ എന്ത് ഡിസ്റ്റർബൻസ് ആക്കുന്നേ. ഇങ്ങനെയുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ 4000 സംതിങ് ആണ് കേട്ടോ കൊടുത്തത്. പ്രസ്റ്റീജിൻ്റെതൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് പ്രസ്റ്റീജിൻ്റെതാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ആവിൻ്റെ പാത്രം കിട്ടുന്നുണ്ട് കേട്ടോ. സാധനമാണ് കേട്ടോ ഇത്. റൈസ് വയ്ക്കുന്നത്, ബോയിൽഡ് റൈസ് വയ്ക്കുക, മറ്റേ ദാൽ വയ്ക്കുക, ബ്രൗൺ റൈസ് വയ്ക്കുക, അങ്ങനെയൊക്കെ ഉള്ള ഫീച്ചേഴ്സ് ഉണ്ട് ഇതിൽ. ഇതൊന്ന് ബെൻഡായ പോലെ കാണുന്നതാണോ? ഇല്ലല്ലേ, ക്യാമറയിൽ കാണുന്നതാണോ? ഓക്കെ, ഇല്ല, കണ്ടില്ലേ? ഇതാണ്. ഇത് കറണ്ടിൻ്റെതാണ്. അപ്പോൾ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യണം എനിക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. ആവി പാത്രം കിട്ടിയപ്പോഴാണ് സന്തോഷമായത്. എന്തെങ്കിലും നൂൽപുട്ടോ ഇല്ലെങ്കിൽ പയം പൊരിയോ ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ പുഴുങ്ങാനൊക്കെ ബെറ്ററാണ്. പിന്നെ ഇതാണ്. ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ ഞാൻ ആദ്യം.
സ്റ്റാർട്ട് കൊടുത്തു. നീ കഴിട്ടില്ല 4 o'clock. ഇത് ചായപ്പൊടി എന്തോ ആയതാണ് കേട്ടോ, കോഫി പൊടി. അപ്പോൾ ഇതൊന്ന് ഓണായി. പിന്നെ വൈറ്റ് റൈസ് ഓപ്ഷനാണ്. വൈറ്റ് റൈസിൻ്റെ ഓപ്ഷൻ, ബ്രൗൺ റൈസിൻ്റെ ഓപ്ഷൻ, ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചൂടാക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കീപ്പ് ആമോ, സ്ലോ കുക്കുണ്ട്, ബ്രൗൺ റൈസ് ഉണ്ട്, വൈറ്റ് റൈസ്. ബ്രൗൺ റൈസ് ഭയങ്കര ലേറ്റാണ് കേട്ടോ. കുക്കറാ ഇത്, പൊറിജാണ്. പിന്നെ കണ്ടില്ല, എനിക്ക് ഇത്ര മതി. എനിക്ക് എന്താ വെച്ചാൽ കുട്ടികൾക്ക് റൈസ് കൊടുത്തില്ലെങ്കിൽ സ്കൂളിലൊക്കെ രാവിലെ പോകുമ്പോൾ റൈസ് കൊടുക്കണം, ചോറ് കൊടുക്കണം. അവർ ചോറാണ് കൂടുതലായി കഴിക്കുന്നത്. കണ്ടില്ലേ, ഓരോരോ കാര്യങ്ങൾ ഓരോന്ന് നേടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീട് ഷിഫ്റ്റ് ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയുന്ന കാരണം ഓരോന്ന് സെറ്റ് ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ടാട്ടോ ഞാൻ വീടൊന്നും കാണിക്കാത്തത്. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഷിഫ്റ്റ് ആയിട്ടുള്ള മാത്രമാണ്. പക്ഷെ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്ത് ഒരുപാടുണ്ട് ചെയ്തിരിക്കാൻ. കുറച്ച് വറങ്ങട പോടാ, ഉപ്പദ്രാക്കിയാട്ടോ അയത്താന്ന്. എന്താ വെച്ചാലേ ഒരു പറയുന്നത് കേട്ടില്ലേ, എലിക്കുട്ടികളാണെങ്കിലും വളർത്താം, പിലിക്കുട്ടികളാണെങ്കിലും വളർത്താം, എലിക്കുട്ടികളെ വളർത്തുന്നതല്ലാന്ന്. കുട്ടികളാണെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാവും, എലിക്കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇപ്പോൾ ആയിട്ടുള്ള ആകെ 2 മണിയാണ്. കുട്ടികൾ ഇപ്പോൾ തന്നെ ആയിത്ത എവിടേക്ക് പോകാൻ വേണ്ടിയാ, കളിക്കാൻ പോകാൻ വേണ്ടിയാണ്. അങ്ങനെ കുക്കർ വന്നു, കുക്കറായി. പിന്നെ ഇവിടുന്ന് ഗ്യാസിൻ്റെ കണക്ഷൻ എടുക്കണം. അങ്ങനെ ഒരുപാട് പണിയുണ്ട് കേട്ടോ. പിന്നെ കിച്ചൺ കണ്ടല്ലോ, കിച്ചൺ ഇങ്ങനെയാണുള്ളത്. കിച്ചൺ കണ്ടിട്ട് കണക്ഷൻ എടുക്കത്തിൽ കൊണ്ടാണ്. ഇതിലാണ് ഇതുവരെ ചെയ്ത് കൊണ്ടുണ്ടായത്. വറങ്ങ നിന്നെ വിപ്പൂടി ചാക്കണ്ട. ഇല്ല ഗോസ്റ്റ്, ഞാൻ പറഞ്ഞില്ല കുറച്ച് പണിയൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ളത്. എന്താ പണിയെന്ന് വെച്ചാൽ ഇതാ ഈ വാലിൻ്റെ പണിയുണ്ട് കേട്ടോ. വാലിൻ്റെ പണിയുണ്ട്. കുറച്ച് വറങ്ങിട്ട് വെച്ചിട്ട് പാർക്കിൽ പോവാം. വറങ്ങിട്ട് വറങ്ങ് കുറച്ച്. അപ്പോൾ ഒരു സുന്ദരിയായിട്ട് നിൽക്കണമെങ്കിൽ വീടൊക്കെ വൃത്തികേടുണ്ടാവും എന്നുള്ളത് സത്യമായിട്ട് എനിക്ക് ഇവിടെ വരും സംടൈംസ്. പിന്നെ ഇവിടെ എന്താ വെച്ചാൽ ഈ സംഭവം എന്താ അറിയുക, ഇവിടെ പെയിൻറ്റ് ചെയ്തട്ടോ, മുകളിലൊക്കെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ല, മുകളിലൊക്കെ പെയിൻറ്റ് ചെയ്തതാണ്. പക്ഷേ ഈ സംഭവം എന്താ വെച്ചാൽ ഇവിടെ അവർ എടുത്തിട്ട് ഇവിടെ ഇതുപോലെ ഈ തായുള്ളതുപോലെ ടൈൽസ് ഒട്ടിക്കാനുള്ളതാണ് പരിപാടി. അപ്പോൾ ടൈൽസ് ഒട്ടിക്കാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെയൊക്കെ അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഈ സംഭവം ആൻഡ് ഇവിടെയൊക്കെ ടൈൽസ് ഇവിടെ വരെ ഒട്ടിക്കാനുള്ള പരിപാടിയാണ്. കിച്ചൺ ടൈൽസ് ഇവിടെ മേ ബി കിച്ചൺ ടൈൽസ് ആണോ വൈറ്റ് ടൈൽസ് ആണോ എന്ന് അറിയില്ല, പക്ഷെ ഒട്ടിക്കുന്നവർ. പിന്നെ ഈ ബോക്സിനാണ് ഇപ്പോൾ എങ്ങനെ കലയാ എന്നുള്ളത് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ബോക്സ് വയ്ക്കാൻ പറ്റില്ലല്ലോ ഗൈസ്, അറിയല്ലോ. ബോക്സ് വെച്ചാലാണ് കോക്രോച്ച് വരുന്നത്. പക്ഷെ ക്ലീൻ നീറ്റ് ബോക്സാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇങ്ങനത്തെ ഒരു ബോക്സ് കിട്ടില്ല, ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ കലേണ്ടി വരും. പക്ഷെ ഞാനിപ്പോൾ ചാക്കിലാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നത്. ബോക്സ് എനിക്ക് ഞാൻ ഇവിടെ വന്ന് കയറുമ്പോൾ തന്നെ മനസ്സിലായി ഫ്ലാറ്റിൽ കൂടുതലായിട്ട് കോക്രോച്ച് വരുന്ന സംഭവമാണ്. പെട്ടെന്ന് തന്നെ നമ്മളിവിടെ ബോക്സ് വയ്ക്കുന്നത് നല്ലതല്ല. നമ്മൾ എത്ര ഫ്ലാറ്റിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും അത്രയും നമുക്ക് കോക്രോച്ചിൻ്റെ ശല്യം കുറയും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ അവിടെ ഈ ഫുഡിൻ്റെ പൊടിയൊക്കെ ഇട്ട് വെച്ചാൽ കോക്രോച്ചിൻ്റെ ശല്യം കൂടത്തേ ഉള്ളൂ. സോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇനിയുണ്ട്, കുറച്ച് ഈവനിങ് വരെ എൻ്റെ പരിപാടി കാണിച്ചു തരും എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും മറക്കരുത്. അപ്പോൾ ലൈറ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുത്തെ ഓണറാണ് ലൈറ്റ് കൊണ്ടുവന്നത്. എനിക്ക് ലൈറ്റ് ഇടണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലൈറ്റിങ്സ് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര കോസ്റ്റ്ലിയാണ് ബാംഗ്ലൂരിൽ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോഴാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. തൊടണ്ട മോയിച്ച് നല്ല സൂപ്പറല്ലേ, അടിപൊളിയല്ലേ. പിന്നെ ഈ ഒരു ലൈറ്റ് ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെ നേക്കുന്നതാണ്. ചന്തക്കണ്ട ഈ ലൈറ്റ് ഹാളിൻ്റെ മിഡിലാണ് ഇടുന്നത്. ആൻഡ് ഇത് ഒരു സിമ്പിൾ ലൈറ്റാണ്, ഒരു ഡിം ലൈറ്റ് പോലെ. അത് ഈ റൂമിൻ്റെ മേലാണ് കേട്ടോ ഇടുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഓണർ. ഇത് ബാംഗ്ലൂരിൽ നിന്നാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ഓണർ. ഇതാണ്. പിന്നെ ഞാൻ ചെയ്യിപ്പിച്ചത് ഒന്നെനിക്ക് ഈ ഒരു LED ലൈറ്റിൽ വേണമായിരുന്നു കേട്ടോ, അല്ലാഹുന്ന് എഴുതിയത് കാണുന്നുണ്ടല്ലേ. ഇത് ഞാനാണ് ഇവിടെ ചെയ്യിപ്പിച്ചത്, എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെയാണ്, ഈ ഒരു രീതിയിൽ കിട്ടും. നല്ല രസമുണ്ട് കാണാൻ, ഒരു അടിപൊളി ലുക്കാണ്. പിന്നെ ഞാനിത്
ഇതാണ് കേട്ടോ ഒത്തിരി ഒരു ഇതിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തന്നെ ചെയ്യിപ്പിച്ചതാണ്. ഓൺലൈൻ നോക്കിയിട്ട് ഇവിടെ ഷോപ്പിൽ കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചോരോ ഇതാണ്. ഇത് നമ്മൾ പറങ്കിപ്പേറ്റുന്ന കേട്ടോ ഒരാൾ ചെയ്ത് തന്നത്. പിന്നെ ഞങ്ങൾക്ക് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ അവർ റേറ്റൊക്കെ 7,000 LED ഒക്കെ ലൈറ്റ് വരുന്നത് 7,000 8,000 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത് ഞാൻ പ്ലാൻ മാറ്റി. ഈ ഒരു ബേസിൻ ചേഞ്ച് ചെയ്യണം. അത് ഞാൻ ഓൾറെഡി ബേസിൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ബേസിൻ ഞാനിപ്പോൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അത് ബേസിനിൻ്റെ എല്ലാം എക്സ്പെൻസസ് ഞാനാണ് കൊടുത്തിട്ടുണ്ടായത്. പക്ഷെ അത് വന്നിട്ട് ഓണർ തന്നെ, ഈ വീട്ടിലത്തെ ഓണർ തന്നെ എനിക്ക് തിരിച്ചു തന്നു. വേണ്ട, ഞങ്ങൾ തന്നെ ചെയ്ത് തന്നോളൂ എല്ലാം. ഇവിടെ എന്തൊക്കെ എക്സ്പെൻസസ് ഒക്കെ ചെയ്യാനും ഉണ്ടോ അതൊക്കെ പറയും, ഞങ്ങൾ തന്നെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആള് അതൊക്കെ എടുത്തത്. അപ്പോൾ നമ്മൾ കിച്ചൺ കണ്ടില്ലേ, കാലിയാണ്. അപ്പോൾ പുതിയ വീട്ടിലുണ്ട് ഞാൻ കുക്കിംഗ് ആണ് ചെയ്യുന്നത്. കുക്കിംഗ് ഉണ്ടാക്കിയിട്ട് കഴിക്കാനുള്ളൊരു ഒരു എന്താ പറയുക, ഒരു മൂഡില്ല. അത് ദാറ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വെയിറ്റ് കൂടിയിട്ടുണ്ടോ കണ്ടവരൊക്കെ പറയുന്നതാണ്. സോ വെയിറ്റ് കുറക്കുക നല്ലോണം വെയിറ്റ് കൂടി വെയിറ്റ് കുറക്കുക എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആദ്യം ഞാനൊരു 3 to 3 months ഞാൻ ജിമ്മിൽ ഒന്ന് പോവാതെ ഇനി ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. ചെയ്യുന്ന മുമ്പായിട്ടൊന്ന് ബോഡി ഒന്ന് സെറ്റാക്കണം, അതായത് ഫുഡൊന്ന് കൺട്രോൾ ചെയ്യണം എന്നൊക്കെയുണ്ട്. സോ അതിൻ്റെയൊക്കെ പരിപാടിയിലാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സോ ഇന്നത്തെ ഞാൻ ഫുഡ് എന്തായാലും വീട്ടിലുണ്ടാക്കേണ്ടി വരും, കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുക്കണമല്ലോ. സോ എനിക്ക് ഡയറ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊന്നും ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ ഉള്ള ഫുഡ് തന്നെ കഴിച്ചിട്ടാണ് എൻ്റെ വെയിറ്റ് കൊടുക്കുന്നത്. മീൻസ് ഞാൻ കൂടുതലായിട്ട് പ്രോട്ടീനാണ് കേട്ടോ ഉൾപ്പെടുത്തുന്നത്. സോ എനിക്ക് വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ ലൂസ് സ്കിൻ ഇഷ്ടമല്ല. സോ മസിൽ ടൈറ്റ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ നിർബന്ധമായിട്ട് ജിമ്മൊക്കെ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നമ്മളൊക്കെ പട്ടിണിയിൽ ഇരുന്നിട്ടൊക്കെ വെയിറ്റ് കുറച്ചാൽ, ഫുഡൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വെയിറ്റ് കുറച്ചാൽ വെയിറ്റ് തീർച്ചയായിട്ട് 10 അല്ല 15 വരെ നമുക്ക് 3 months കുറക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ആകെ വയസ്സായിട്ട് വീക്കായി പോകും. പക്ഷെ നമുക്ക് ലുക്കിംഗ് യങ് ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ മസിൽ ടൈറ്റനായിട്ട്. സോ നമുക്കൊരു 10 വർഷത്തെ പ്രായം കുറയുന്നത് പോലെയാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കേണ്ടത്. ഇതിൻ്റെതായ നല്ല വെൽ ബാലൻസ്ഡ് ഫുഡും വേണം, അതിന് കൂടുതൽ ജിം വർക്കൗട്ടും വേണ്ടി വരും. സോ നമ്മൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്ന സമയത്ത് ചിലവ് കുറച്ച് നമ്മൾ ചെയ്യുന്നതിനാണ് കൂടുതലാണ് കേട്ടോ. കാരണം നമുക്ക് അധികമായിട്ട് പ്രോട്ടീൻ ഫുഡ് ഉൾപ്പെടുത്തുന്നത് കൊണ്ട് നമുക്ക് ഫുഡൊക്കെ നല്ലോണം കഴിക്കേണ്ടി വരും. നല്ലോണമല്ല, സോ ബാലൻസ്ഡ് ഡയറ്റ് ആയിട്ട് നല്ല ഫുഡ് കഴിക്കേണ്ടി വരും. ഹെൽത്തി ഫുഡാണ്. ഒരു 30 gram ആണെങ്കിലും നമ്മൾ ബോഡിയിലേക്ക് പോകുന്ന ഫുഡ് നമ്മൾ ഒബ്സർവ് ആവണം. അതുപോലെ തന്നെയാണ് ഒരു 2 hours വിടുക, നല്ലോണം വാട്ടർ കുടിക്കുക, പ്ലെയിൻ ആയിട്ട് വയറ് വിടുക, ഫ്രീ ആയിട്ട് വിടുക. ആൻഡ് എന്തെങ്കിലും നല്ലോണം ഒരു എന്താ പറയുക, കാഷ്യൂനട്ടോ ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി, അണ്ടിപ്പരിപ്പ് കാഷ്യൂനട്ട് സെയിം അല്ലേ, വർഗിട്ട് എണിച്ചിട്ടാണ് വന്നിട്ട് വീഡിയോ ഒക്കെ തന്നെ കേട്ടോ കണ്ടിങ്ങനെ. മീൻസ് നട്ട്സ്, ഡേറ്റ്സ് അങ്ങനത്തെ ഒരുപാടല്ല, ഒരു ഇത്തിരി ഒരു 4 to 5 or 6 അങ്ങനെയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഡയറ്റിലേക്ക് ഉൾപ്പെടുത്തുമ്പോൾ നമ്മൾ കഴിച്ച ഫുഡ് ബോഡിയിലേക്ക് ഒബ്സർവ് ആവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ ഫിഷ് ആവട്ടെ, അതായത് ബോണ്ടാസ് എന്ന് പറയുന്നത് കാണിച്ചത്. ഈ ഫിഷാണ് കേട്ടോ, ഇതിൻ്റെ ആണ് കറി ഉണ്ടാക്കുന്നത്. ഇത് ബൊണ്ടാസ് ഫിഷോ, ഇവിടെ ബൊണ്ടാസ് എന്ന് പറയും, അവിടെ എന്താ പറയുന്നത് എനിക്ക് കമൻറ്റ് ചെയ്യും. ആദ്യമായിട്ടാണ് ഇവിടെ വരുമ്പോൾ തന്നെ വീട്ടിലില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ ഇത്ര പ്രൈവറ്റ് ഗ്യാസ് എങ്കിൽ ഇത്ര കോസ്റ്റ് ആവും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമുക്കത് പ്രശ്നമില്ല, കൊടുക്കാനോ റെഡി ആയിരുന്നു. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് തന്നെ കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഗൈസ്, നമുക്കിവിടെ ഗ്യാസ് തന്നെ കിട്ടാറില്ല. അത് എത്ര നമ്മൾ കോൾ വിളിച്ചു, ആൻഡ് ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ ഫോൺ വിളിച്ചു, ഗ്യാസിന് വേണ്ടി ഒരു ഗ്യാസ് ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ വേറൊക്കെ എക്സ്റ്റൻഷൻ സ്റ്റൗലൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെതായ ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മൾ ആ ഒരു ഗ്യാസിൽ തന്നെ ഉണ്ടാക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ആ ഒരു എക്സ്റ്റൻഷൻ സ്റ്റൗവിൽ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് ഉണ്ടാക്കിയ പോലെ തന്നെ തോന്നില്ല കേട്ടോ. കറിയൊക്കെ ഭയങ്കരമായിട്ടൊരു അടുക്ക് പിടിച്ച ആ ഒരു ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ അടി കരിയാതിരിക്കാൻ വേണ്ടി ഒരുപാട് ഓയിൽ ഒഴിക്കണം. നമ്മൾ വിതൗട്ട് ഓയിലൊക്കെ കഴിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് ബെസ്റ്റ് അല്ല. അപ്പോൾ ഞാൻ ഇലക്ട്രോണിക് കുക്കർ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ, സോ അതിലാണ് ഞാൻ സ്റ്റീമൊക്കെ ചെയ്തിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ എന്താക്കും, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിപ്പിക്കും. അതിനുശേഷം അതിൻ്റെ മേലെ കുറച്ച് ഓയിൽ വയ്ക്കും. പക്ഷെ ഇത് ഓയിലില്ലെങ്കിൽ പാത്രം തന്നെ കറിഞ്ഞു പോകട്ടോ. കണ്ടില്ലേ, ഇതുപോലെ തന്നെ
കോക്കനട്ട് ഓയിൽ വെച്ചിട്ടോ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വട്ടണം, ഇത് വട്ടിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അറിയുള്ളൂ. കൂന്തറാണോ എന്താണ് ഇതിന് പറയുന്നത്? നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടോ കാണുന്ന ഒരു വീഡിയോ. ഇതിൻ്റെ പേരറിയില്ല. ഇവിടെ ബോണ്ടാസ് എന്ന് പറയുവാണ് ഇല്ലാത്തത്. ഇത് വട്ടിയ ശേഷം ഇതിന് യഥാർത്ഥ ടേസ്റ്റ് കാണിച്ചു തരാം. ബോണ്ടസ് കറി എൻ്റെ മോൻ്റെ ഫേവറേറ്റാണ് ഇട്ടത്. മുയിജ് അങ്ങനെ ഇടല്ലേ, ചോറാവട്ടെ കേട്ടാ. മുയിജ് എന്താക്കുന്നേ? മുയിജ് നീ എന്താക്കുന്നേ? ചോറിടാ ഒന്ന് സ്റ്റീം ആവട്ടെ. ചോറിവിടെ ഞാൻ സ്റ്റീം ആവാൻ വെച്ചിട്ടുണ്ട്. സബറില്ല എന്താ ചെയ്യുക കുട്ടികൾക്ക് ഇപ്പം തന്നെ പെട്ടെന്ന് അർജന്റാണ്. എന്താ കുക്കർ ചോറുണ്ടോ? ചോറ് രാവിലെ വെച്ച ചോറാണ്. അപ്പം അതൊന്ന് ചൂടൊക്കെ ആയിരിക്കും. ഞാൻ രാവിലെ എനിക്ക് വേണ്ട പരിപാടി ചോറ് വെക്കുന്നതാണ്. എന്താണ് പിന്നെ ഉമ്മ രാവിലത്തെ സജ്ജിക, ഉമ്മക്ക് രാവിലത്തെ ഈ സജ്ജിക മതി എന്ന് പറഞ്ഞു. അപ്പം ഉമ്മ സജ്ജികയും കറിയും പിന്നെ ഫിഷ് കറിക്ക് കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് ഉമ്മ മിക്സ് കറി ഉണ്ട് കേട്ടോ. ഇതെപ്പോഴും ഉമ്മ ഒരു മിക്സ് കറിയാണ്. ഫിഷ് കറിക്ക് വെജിറ്റബിൾസ് കറിയാണ് ഇതുണ്ടാക്കിയിട്ടുണ്ട്. എന്താക്കുന്നത്? അതൊന്ന് കഴിച്ച് പറയും എങ്ങനെ ടേസ്റ്റ് ഉണ്ടോന്ന്. ഒന്ന് കഴിച്ച് പറയും. എന്താ വെയിറ്റ് ആക്കുന്നത് നോക്കൂ. കുട്ടികളുടെ ഐഡിയ നോക്കൂ ഗൈസ്. കുട്ടികൾക്ക് വേണ്ടത് എന്താ പറയുക? ചോറ്. ഈ ടൈമിൽ മീനുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് ടേസ്റ്റ്? ഇഷ്ടമാണോ? അതെന്താ? എന്താണത്? എന്താണത്? എന്താ? ഇഡ്ഡലി കറി. അത് ഇഡ്ഡലി കറിയാണോ? ഇപ്പൊ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത് നിങ്ങൾ? ഞാൻ ചോറുണ്ടാക്കുന്നത്. ചോറ് കാണാൻ വെയിറ്റ് ചെയ്യുന്നത്. സജ്ജിക മതിയോ? സജ്ജിക മതിയോ? സജ്ജിക കഴിക്ക്. ചോറ് വേണ്ട. ചോറ് പിന്നെ കഴിക്കാം. സജ്ജിക എന്ന് കേട്ടിട്ടില്ല. വെറുതെ പറയുന്ന വയസ്സ് അവനക്ക് ഇങ്ങനെയുള്ള കാര്യ സംഭവത്തിൽ കൊണ്ടില്ല. അവനക്ക് ചോറിന് വേണം. ഇതൊന്ന് ചൂടായി നോക്കട്ടെ. ഒന്ന് കുറച്ച് ചൂടായി മതി. ചൂടായിട്ടില്ല. അവൻ വെയിറ്റ് ചെയ്യുന്നത്. മിജ അപ്പൊ ചൂടാക്കാൻ വെച്ചേട്ടാ. ഇപ്പൊ ചൂടാ.